ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ട്, സ്നാക്ക് എന്ന് പറയാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, മസാൽപ്പൂരി. അപ്പോൾ ഇന്ന് മസാൽപ്പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയും നോക്കാം. അപ്പോൾ ഇല്ലേ, ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ സ്വീറ്റ് ചട്നീൻ്റെ, ഗ്രീൻ ചട്നീൻ്റെ, മസാലൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് സ്വീറ്റ് ചട്നിക്കുള്ള ഐറ്റംസ്: ഈത്തപ്പഴം, പുളി, ശർക്കര അല്ലെങ്കിൽ വെള്ളം, മുളക് പൊടി, ജീരകപ്പൊടി. അപ്പോൾ ഇത്ര ഐറ്റംസ് സ്വീറ്റ് ചട്നിക്ക് വേണ്ടത്. പുളി ഇതുപോലെ മുമ്പേ വെള്ളത്തിലിട്ട് വെക്കണം. ശേഷം ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിന് ശേഷം ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്നും കളയാത്ത ഈത്തപ്പഴം ഇത്. അത് 4 വിസിലിടണം. 4 വിസിലിട്ടതിന് ശേഷം കുരു എടുത്തിട്ട് കളയാം. അടിച്ച് വെച്ചിട്ട് നമുക്കതിനെ ഗ്യാസിലേക്ക് വെക്കാം. പുളി ഇതുപോലെ ഞൗണ്ട, നമ്മൾ കാസർഗോഡ് ഞൗണ്ട് എന്ന് പറയുന്നത്, ഞെരക്കുന്നതാണ്. ഇതിപ്പോൾ 2 വിസിലായി. ഇതുപോലെ 4 വിസിലാണ്. 4 വിസിലായി. ഓപ്പണാക്കുന്ന കുക്കർ. ഒരു കഴിഞ്ഞ ഈത്തപ്പഴം ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് എടുക്കണം. ആക്കിയിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് പുളിവെള്ളം വെച്ചെടുക്കാം. പിന്നെ അരച്ചെടുത്ത ഈത്തപ്പഴ പേസ്റ്റും ചേർത്തെടുക്കുക. എന്നിട്ട് ശർക്കര ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടി, പിന്നെ ജീരകപ്പൊടി. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ നല്ല തിളവരോളം തിളപ്പിച്ചിട്ടെടുക്കണം. നല്ല തിളച്ചതിന് ശേഷം ഫ്ലെയിമിൽ ആക്കിയാൽ മതി. ഈ പാനിപൂരി, മസാൽപ്പൂരി അതെല്ലാം ഇഷ്ടപ്പെടാത്ത ആൾ കുറവായിരിക്കും അല്ലേ? തിന്നാത്ത ആളും കുറവായിട്ടുണ്ടാവും. ഞങ്ങൾക്കെല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങളുടെ പുര തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്വീറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്രീൻ ചട്നിക്കുള്ള ഐറ്റംസ്: ഒരു പൊടി മല്ലിച്ചപ്പ്, ഒരു പൊടി പുതിന, ഒരു ലെമണ്, ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പഞ്ചാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക്. ജാറെടുത്തിട്ട് ഗ്രീൻ ചട്നിക്ക് അരക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. പുതിന ഇടുന്നുണ്ട്, മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ലെമണ്, പഞ്ചാര, ഉപ്പ്. ഇതൊന്ന് അടിച്ചെടുക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്. പൂരീൻ്റെ മസാലക്കുള്ള ഐറ്റംസ് ഇതെല്ലാം: ഒരു ഉള്ളി, 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു പൊടി മല്ലിച്ചപ്പ്, ഒരു 8-9 വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു, കുരുമുളക്. ഇത്ര ഐറ്റംസ്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. ഇതായിട്ട് വന്നെങ്കിൽ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുങ്ങനെ വാടിക്ക് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെള്ളം എടുത്തിട്ട് 8-9 മണിക്കൂർ പൊത്തി വെച്ച ഗ്രീൻ ബീൻസ് അതിട്ട് കൊടുക്കുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ബട്ടറ്റ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടിൽ. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പിട്ടിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം കുക്കർ മൂടി ഒരു 4 വിസിലാക്കാം. അപ്പോൾ ഇതൊരു 4 വിസിലായിട്ടുണ്ട്. ഗ്യാസ് നീക്കിച്ചിട്ട് അതിൻ്റെ കാറ്റയച്ചിട്ട് മൂടെടുത്തിട്ട് വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും കറക്റ്റ് വേവായിന്. എന്നിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് മാത്രം സെപ്പറേറ്റ് മാറ്റിയിട്ട് വെക്കണം. എല്ലാ ഉരുളക്കിഴങ്ങും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്.
ഇനി ഇതില്ലേ ഫുള്ള് സ്മാഷ് ആക്കിയിട്ട് എടുക്കണം. ഇനി കുറച്ചു ഗ്രീൻ ബീൻസ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൂടെ മസാലയും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കണം. ഇതില്ലേ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം, പിന്നെ ഇതിനൊന്നിച്ച് തന്നെ തക്കാളി മല്ലിച്ചപ്പ് അതെല്ലാം ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുന്നത്. നേരത്തെ വെച്ചൊരു തക്കാളി മല്ലിച്ചപ്പ് കുരുമുളക് പട്ട ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് അടിച്ചെടുക്കണം. അതെല്ലാം അരച്ചെടുത്തിട്ട് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ചൂടായിട്ടാകുമ്പോഴത്തേക്ക് അരപ്പ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. വെച്ച് നല്ല പാങ്ങല തിളപ്പിച്ചിട്ട് എടുക്കാം. നല്ല പാങ്ങല തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ചതിലേക്ക് പൂണിയിട്ട് ഒടിച്ചിട്ട് സ്മാഷ് ആക്കിയിട്ട് വെച്ച ബട്ടട്ടയും ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ടി അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാം. അതിലേക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം ആഡ് ആക്കിയിട്ടുണ്ട്. കട്ടി വേണ്ടാന്ന് അറിഞ്ഞിട്ട് വെള്ളമാണെന്ന് അറിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി പൂരി ചുട്ടിയിട്ട് എടുക്കണം. പൂരി ചുടാനും വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി ചൂടായിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൂരിയെല്ലാം കാച്ചിട്ടെടുക്കാം. നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊന്തിയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പൂരിയും ചുട്ടെടുക്കാം. മസാലപ്പൊടിക്കുള്ള എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. പൂരി, മസാല, സ്വീറ്റ് ചട്നി, ഗ്രീൻ ചട്നി, ഇതിലേക്കിടാനുള്ള ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പിന്നെ മിച്ചർ. യഥാർത്ഥ മിച്ചർ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. ഞങ്ങൾ പിന്നെ ഈ മിച്ചറിൽ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് സെർവാക്കാം. എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടി സെർവാക്കാം. ആദ്യം പൂരി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പൂരിയെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് ചട്നി ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ ചട്നി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് മിച്ചർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കാവേ. നല്ല ടേസ്റ്റുള്ള സംഭവം ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.